ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കേരളത്തിലെ ചാനലുകൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ കാവലും കോട്ടും വാങ്ങി ചാനലുകാരെ അങ്ങ് ഏൽപ്പിക്കുന്നതാവും നല്ലത്. ഏതൊരു വ്യക്തിയും കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ കോടതി തീരുമാനിച്ചിട്ടും വർഷങ്ങളായി ചാനലുകൾ ജനങ്ങളിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കി വിധി വരാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ കോടതിയും ജഡ്ജിയും ഒന്നും ശരിയില്ലെന്നാവും പറയുക. ഒന്ന് ഓർത്തു നോക്കൂ, പൊതുസമൂഹത്തിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ചാനലുകൾ ചർച്ച നടത്തുകയും ഒരു ഗൂഢാലോചന സിദ്ധാന്തം തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത്. എന്നിട്ടും ചാനലുകളിലെ വാർത്ത ശ്രദ്ധിച്ചു നോക്കൂ. ദിലീപിനെ ഒരിക്കലും നിരപരാധിയായി ആരും കണക്കാക്കുന്നില്ല. പകരം തെളിവില്ലാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഒരിക്കലും ദിലീപിന്റെ ഭാഗം പറയുകയല്ല. ഒന്ന് ഓർത്തു നോക്കൂ, ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ ഇന്നു വരെ ചാനലുകൾ എന്തൊക്കെയോ പുകമറ സൃഷ്ടിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇൻജക്ട് ചെയ്തതല്ലാതെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചാനലുകൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് 100% ഉറപ്പിക്കുന്നത്? പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച് അതിനെ ഇഴകീറി പരിശോധിച്ച് ജഡ്ജി പോലും ദിലീപ് നിരപരാധിയാണെന്ന് വിധിച്ചിട്ടും ചാനലുകൾ സമ്മതിക്കില്ല. കഷ്ടമാണ് കേരളത്തിലെ കാര്യം. 8 വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് ചാനലുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് തോന്നുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അയാൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരികയാണോ ചെയ്തത്? നീണ്ട 8 വർഷക്കാലം അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ശിക്ഷയിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? അതാണ് സത്യം. ഇനി ഏതെങ്കിലും ഒരു മേൽക്കോടതി ഈ വിധി ശരിയല്ലെന്നും അയാൾ കുറ്റക്കാരനാണെന്നും വിധിക്കുന്നത് വരെ എങ്കിലും പൊതുസമൂഹം അയാളോട് കരുണ കാണിക്കേണ്ടതല്ലേ? അതുപോലും സമ്മതിക്കാതെ കാലങ്ങളായി തങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ പിന്നെയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പെടുന്ന കഷ്ടപ്പാട് എന്തു പറയാൻ. മലയാള സിനിമയുടെ നെടുന്തൂണായി നിന്നിരുന്ന ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതവും കുടുംബവും പ്രൊഫഷനും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിലായിട്ടും ഒരുപക്ഷെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരുന്നെങ്കിൽ അത് അയാൾക്ക് അർഹതപ്പെട്ടതാണെന്ന് തന്നെ ഒരേ മനസ്സോടുകൂടി പറയാമായിരുന്നു. പക്ഷേ ഇത്രയും കാലം ഇവയെല്ലാം നഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു ശിക്ഷ അനുഭവിച്ച അയാൾക്ക് കോടതിയിൽ നിന്ന് അയാൾ നിരപരാധിയാണെന്നുള്ള ഒരു വിധി വരുമ്പോൾ അതിനെങ്കിലും ആക്ഷേപിക്കാതെ മുഖവിലക്കെടുക്കാനുള്ള സന്മനസ് കാണിച്ചൂടെ? കേരളത്തിൽ ഇന്ന് ഏതു കാര്യത്തിനും 2 തരത്തിലാണ് നീതി. ഏതൊരു കാര്യത്തിലും ചാനലുകൾ പൊടുപ്പും തൊങ്ങലും വെച്ച് സമൂഹത്തിലേക്ക് ഫീഡ് ചെയ്തു കൊടുക്കുന്ന ഒരു നീതിയുണ്ട്. ഒടുവിൽ വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം കോടതി അയാളെ വെറുതെ വിട്ടാൽ പോലും ആ വെറുതെ വിടൽ അയാളുടെ മരണം വരെ ഈ ലോകം അറിയണമെന്നില്ല. അത്രത്തോളം ക്രൂരമായാണ് ചാനലുകൾ വസ്തുതകളെ വക്രീകരിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നത്. ഒരു സ്ത്രീ തന്റെ മാനത്തെ ജീവനേക്കാൾ വിലയുള്ളതായി കണക്കാക്കുന്നുവെന്ന് കരുതിയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട പല നിയമങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വൈരാഗ്യത്തിന്റെ പേരിൽ പോലും ഒരു പുരുഷനെ 10 ദിവസം ജയിലിലടയ്ക്കാൻ ബലാത്സംഗം പോലും ആരോപിക്കുന്നതും ഹണി ട്രാപ്പുകളും എത്രയോ കണ്ടു കഴിഞ്ഞു. അരി മേടിക്കാനുള്ള ഗതിയുണ്ടെങ്കിൽ എത്ര തരം താഴാനും മടിയില്ലാത്ത ചാനലുകൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. പക്ഷേ ഈ പോക്ക് പോയാൽ മെറിറ്റുള്ള കേസുകളിൽ പോലും ഈ സമൂഹം സ്ത്രീകളുടെ പക്ഷത്ത് നിന്നില്ലെന്ന് വരും. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ആ വാക്ക് പറയും പോലെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടവയാണ്. അല്ലാതെ ഒരു സ്ത്രീക്ക് വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പുരുഷനെ സമൂഹത്തിൽ നാറ്റിക്കാനോ കുറെ ദിവസം ജയിലിൽ അടയ്ക്കാനോ ഹണി ട്രാപ്പിലൂടെ പണം തട്ടാനോ വേണ്ടിയുള്ളതാവരുത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.